ഈ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സുകളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതോ അല്ലെങ്കിൽ പുറത്ത് നടക്കുന്നതോ ആയിക്കോട്ടെ, ഈ ഒരു ഡിസ്കോഴ്സിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഒരു ഐഡിയോളജിയെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിമർശിക്കുമ്പോൾ ആളുകൾ വിമർശിക്കുന്നത് കൂടുതലും ആ ഐഡിയോളജിയുടെ ഫോളോവേഴ്സിൻ്റെ ആക്ഷൻസിനെയാണ്. ഐഡിയോളജിയുടെ ഡയറക്റ്റ് ഐഡിയാസായിട്ട് എൻഗേജ് ചെയ്യുന്നതിന് പകരം അവർ കൂടുതലും ഈ ഫോളോവേഴ്സിൻ്റെ ആക്ഷൻസിനെ ആയിരിക്കും ക്രിറ്റിസൈസ് ചെയ്യുക. ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ അവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ആ ഐഡിയോളജിയായിട്ട് ഡയറക്റ്റായിട്ട് എൻഗേജ് ചെയ്യുന്നില്ല. ഐഡിയോളജിയിൽ എന്ത് ഐഡിയാസൊക്കെയാണ് പറയുന്നതെന്ന് നമ്മൾ നോക്കുന്നില്ല. ഐഡിയോളജിയിൽ ഇവർ ചെയ്യുന്ന ഈ ആക്ഷൻസ് ഐഡിയോളജിയിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയാൻ പാടില്ല. നമ്മൾ അവിടെ ഒരു അസംഷൻ നമ്മൾ അസ്യൂം ചെയ്യാണ്, നമ്മൾ സപ്പോസ് ചെയ്യാണ്, അതായത് ഈ ഫോളോവേഴ്സിൻ്റെ ഈ ആക്ഷൻസ് ഐഡിയോളജിയിൽ അവർ വിശ്വസിക്കുന്ന ഈ പൊളിറ്റിക്കൽ ഐഡിയോളജിയിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്നുള്ളത്. നമ്മൾ ആർഗ്യുമെൻറ്റ് കുറച്ചുകൂടി പ്രോപ്പർ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവർ ചെയ്യുന്ന ഈ ആക്ഷൻസും ഈ ഐഡിയോളജിയും തമ്മിലൊരു കണക്ഷൻ നമ്മൾ ബിൽഡ് ചെയ്യണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐഡിയോളജിയിൽ ഇങ്ങനെയൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് എന്ന് നമ്മളവിടെ കാണിച്ചു കൊടുക്കണം. അങ്ങനെ കാണിക്കാത്ത പക്ഷം നമ്മൾ ഐഡിയോളജി അല്ല ക്രിറ്റിസൈസ് ചെയ്യുന്നത്. മേ ബി വി ആർ ക്രിറ്റിസൈസിങ് ദ ഇനബിലിറ്റി ഓഫ് ദ ഫോളോവേഴ്സ് ടു ഫോളോ ദെയർ ഐഡിയോളജി. ഒരു പക്ഷേ ഈ ഫോളോവേഴ്സ് അല്ലെങ്കിൽ മനുഷ്യരാണല്ലോ, മനുഷ്യർക്ക് വയലൻസോ അല്ലെങ്കിൽ അഗ്രഷനോടോ ഒരു ആസക്തിയുണ്ട്. ഒരു പക്ഷേ ഐഡിയോളജിയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും ഐഡിയോളജിയുടെ ഒരു പിൻബലത്തിൽ അല്ലെങ്കിൽ ഐഡിയോളജിയുടെ വക്താക്കളാണ് എന്നുള്ളൊരു മുഖംമൂടി അണിഞ്ഞ് വേണമെങ്കിൽ നമ്മൾക്ക് ഇതുപോലുള്ള എന്താ പറയുക വയലൻറ്റോ അഗ്രസീവായിട്ടുള്ള ആക്ഷൻസൊക്കെ. അഡോൾഫ് ഹിറ്റ്ലർ യൂജനിക്സ് ഫോളോ ചെയ്ത ഒരാളാണ്. യൂജനിക്സ് നടപ്പിലാക്കാൻ വേണ്ടി ഒരുപാട് പേരെ കൊന്നൊടുക്കിയ ഒരാളാണ്. എന്നതുകൊണ്ട് യൂജനിക്സ് എന്ന് പറയുന്നത് ഒരു ബാഡ് ഐഡിയ ആവുന്നില്ല. ഉദാഹരണം യൂജനിക്സ് പറയുന്നത് ഇത്രേ ഉള്ളൂ, സോഷ്യലി ഡിസൈറബിൾ ആയുള്ള ട്രൈറ്റ്സ് ഉള്ളവരെ മാത്രമേ റീപ്രൊഡ്യൂസ് ചെയ്യാൻ അനുവദിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. അനുവദിക്കാൻ പാടുള്ളൂ എന്നല്ല, അവരുടെ റീപ്രൊഡക്ഷൻ നമ്മൾ എൻകറേജ് ചെയ്യണം. അതിന് രണ്ട് സൈഡുണ്ട്, പോസിറ്റീവ് യൂജനിക്സ്, നെഗറ്റീവ് യൂജനിക്സ്. അതിൻ്റെ ടെക്നിക്കാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. ഹിറ്റ്ലർ ഈ ഒരു മെത്തഡോളജി എംപ്ലോയ് ചെയ്ത് യൂജനിക്സ് നടപ്പിലാക്കാൻ എന്നുള്ള യൂജനിക്സ് മൊത്തത്തിൽ മോശമാണ്. അവിടെ ഹിറ്റ്ലർ ഉപയോഗിച്ച മെത്തഡോളജിയാണ് പ്രശ്നം. അതേപോലെ ഒരു ഐഡിയോളജിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നതെന്ന് നമുക്ക് അറിയില്ലാത്ത പക്ഷം നമ്മൾക്ക് ആ ഫോളോവേഴ്സിൻ്റെ ആക്ഷൻസ് ഐഡിയോളജിയിൽ നിന്നാണ് ഇൻഫ്ലുവൻസ്ഡ് ആയേ എന്ന് നമുക്ക് തീർത്തും പറയാം. അപ്പോൾ ഐഡിയോളജി പ്രത്യയശാസ്ത്രം എന്ന് ഞാൻ പറഞ്ഞു. എന്താണ് ഈ ഐഡിയോളജി പ്രത്യയശാസ്ത്രം എന്ന് ഞാൻ പറഞ്ഞില്ല. ഐഡിയോളജിയുടെ ഒരു ഡെഫിനേഷൻ നമ്മൾ ഗൂഗിളിൽ നോക്കുകയാണെങ്കിൽ കിട്ടുന്നത് എ സെറ്റ് ഓഫ് ബിലീഫ്സ് ഓർ പ്രിൻസിപ്പിൾസ് എസ്പെഷ്യലി വൺ ഓൺ വിച്ച് എ പൊളിറ്റിക്കൽ സിസ്റ്റം പാർട്ടി ഓർ ഓർഗനൈസേഷൻ ഇസ് ബേസ്ഡ്. എക്സാമ്പിളായിട്ട് സോഷ്യലിസ്റ്റ് ഓർ ക്യാപിറ്റലിസ്റ്റ് ഐഡിയോളജി എന്നും ദ പീപ്പിൾ ആർ കോട്ട് ബിറ്റ്വീൻ ടു ഒപ്പോസിങ് ഐഡിയോളജീസ് എന്നും കാണാം. ഇനി എൻ്റെ ഒരു വ്യൂ പോയിന്റിലേക്ക് വരാം. ഫിലോസഫിയിൽ ഞാൻ ഐഡിയോളജി കണ്ടിട്ടുള്ളത് രണ്ട് കാറ്റഗറി ഓഫ് ക്ലെയിംസ് അടങ്ങിയ ഒരു സിസ്റ്റമായിട്ടാണ്. സെറ്റ് ഓഫ് ഐഡിയാസ് ആണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഈ ഐഡിയോളജിയുടെ ഒരു ബേസ് സ്ട്രക്ചർ, ഒരു സ്കെൽട്ടൺ എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് അഥവാ ഓണ്ടോളജിക്കൽ ക്ലെയിംസും നോർമേറ്റീവ് അഥവാ പ്രിസ്ക്രിപ്റ്റീവ് ക്ലെയിംസും അടങ്ങിയതാണ് ഒരു ഐഡിയോളജി എന്ന് നമുക്ക് കാണാൻ കഴിയും. ഓണ്ടോളജിക്കൽ അഥവാ ഡിസ്ക്രിപ്റ്റീവ് ക്ലെയിംസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻസ് ആണ്. ഈ ലോകത്തെക്കുറിച്ചുള്ള വസ്തുതകളോ കാര്യങ്ങളോ ആയിരിക്കാം. ഈ ലോകം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ലോകം എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, നമ്മൾ മനുഷ്യർ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇത് വയ്ക്കാം, അല്ലെങ്കിൽ ഇന്ന ഒപ്രഷൻസ് ആണ് നമ്മൾ അനുഭവിക്കുന്നത്, സൊസൈറ്റിയിൽ ഇനിക്വാളിറ്റി, ഇങ്ങനെയുള്ള ക്ലെയിംസിനെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ ഓണ്ടോളജിക്കൽ ക്ലെയിംസ് എന്ന് പറയുന്നത്. ഇവ എന്താണ് പറയുന്നത് വെച്ചാൽ വാട്ട് ഈസ് ദ കേസ് എന്നാണ് പറയുന്നത്. ലോകത്ത് എന്തൊക്കെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ലോകത്ത് എന്താണ് നിലനിൽക്കുന്നത് എന്നാണ് ഈ ഓണ്ടോളജിക്കൽ ക്ലെയിംസ് പറയുന്നത്. വേറൊരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ക്ലാസ് സ്ട്രഗിൾസ് ആണ് നടന്നിട്ടുള്ളത്. ഒരു ഐഡിയോളജിയിൽ പറയുന്നതാണത്. ഹ്യൂമൻസ് നാച്ചുറലി സെൽഫിഷ് ആണ് എന്നുള്ളത്. റിലീജിയൻ ആണ് മോറൽ ഫൗണ്ടേഷൻ നമുക്ക് തരുന്നു. ഇതൊക്കെ ഈ ലോകത്തെ പറ്റിയുള്ള കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് ആണ്. ക്യാപിറ്റലിസം ഇനിക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഈ ലോകം എങ്ങനെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ലോകത്ത് ഇപ്പോൾ നടക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ നടക്കാൻ പോകുന്നത് എന്താണ്, ചിലപ്പോൾ അതുമായിരിക്കാം ഫ്യൂച്ചറിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നു, ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളതും ഈ ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ ഓണ്ടോളജിക്കൽ ക്ലെയിംസിലേക്ക് വരും. ആ ഒരു കാറ്റഗറിയിലേക്ക് അങ്ങനെയുള്ളവയും ഈ ഓണ്ടോളജിക്കൽ കാറ്റഗറിയിലേക്ക് വരും. ഇനിയുള്ളത് നോർമേറ്റീവ് അല്ലെങ്കിൽ പ്രിസ്ക്രിപ്റ്റീവ് ക്ലെയിംസ് ആണ്. നോർമേറ്റീവ് പ്രിസ്ക്രിപ്റ്റീവ് ക്ലെയിംസ് എന്ന് പറയുന്നത് ആ വേൾഡിൽ തന്നെയാണ്, പ്രിസ്ക്രിപ്ഷൻസ് ആണ്. ഐഡിയോളജിയിൽ ഓണ്ടോളജിക്കൽ കാറ്റഗറിയിൽ കുറച്ച് പ്രശ്നങ്ങളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. നോർമേറ്റീവ് ക്ലെയിംസിലാണ് ഈ പ്രശ്നങ്ങൾക്കെതിരെ എങ്ങനെ ഫൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഫിക്സ് ചെയ്യാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ക്ലെയിംസ് എല്ലാം ഈ നോർമേറ്റീവ് ക്ലെയിംസിൻ്റെ കാറ്റഗറിയിലേക്ക് ആയിരിക്കും വരാം. ഉദാഹരണത്തിന് വിപ്ലവം വേണം എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ ഫ്രീ മാർക്കറ്റ് വരണം. ഈ ഒരു സാമ്പത്തിക പ്രശ്നത്തെ മറികടക്കാൻ ഫ്രീ മാർക്കറ്റ് വരാനായിട്ട്, ഈ പ്രശ്നം പരിഹരിക്കാൻ കുറച്ചുകൂടി കരുത്തുള്ള ഭരണകൂടം, ഈ പ്രശ്നത്തെ മറികടക്കാൻ നമ്മൾ ട്രഡീഷൻ, ഇത്തരം ക്ലെയിംസ് എല്ലാം നോർമേറ്റീവ്. കാരണം ഇവ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ക്ലെയിംസ് എന്നുള്ളത് വാട്ട് ഈസ് ദ കേസ് എന്നുള്ളതും പ്രിസ്ക്രിപ്റ്റീവ് ക്ലെയിംസ് എന്നത് വാട്ട് ഓട്ട് ടു ബി ദ കേസ് അല്ലെങ്കിൽ വാട്ട് ഷുഡ് ബി ദ കേസ് എന്നാണ് പറയുന്നത്. വേൾഡ് ഇപ്പോൾ എങ്ങനെയാണ് എന്നും വേൾഡ് എങ്ങനെ ആവണം എന്നും. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു ഐഡിയോളജിയുടെ ബേസിക് സ്ട്രക്ചറാണ്. ആ ഐഡിയോളജിക്ക് ഇത് മാത്രമാണ് ഒരു സ്ട്രക്ചർ എന്നും പറയുന്നില്ല, ഇത്തരം ക്ലെയിംസ് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് ഐഡിയോളജിയുടെ ഒരു റഫ് പിക്ചർ, ഒരു റഫ് സ്കെച്ച് എന്ന് വേണമെങ്കിൽ. ഭൂരിഭാഗം ഐഡിയോളജികളും പ്രിസ്ക്രിപ്റ്റീവ് ക്ലെയിംസ് കൊടുക്കുന്നത് ആ ഐഡിയോളജി പ്രോബ്ലമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത എന്തെങ്കിലും ആ ഒരു സൊസൈറ്റിയിലുണ്ടാവും. ആ പ്രോബ്ലത്തെ ഫിക്സ് ചെയ്യാനായിട്ടായിരിക്കും ഇവർ ഈ നോർമേറ്റീവ് ക്ലെയിംസ് അല്ലെങ്കിൽ പ്രിസ്ക്രിപ്റ്റീവ് ക്ലെയിംസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫോളോവേഴ്സിൻ്റെ ആക്ഷൻസ് എടുത്ത് നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ ഈ ഫോളോവേഴ്സിൻ്റെ ആക്ഷൻസ് ഈ പറയുന്ന പ്രിസ്ക്രിപ്റ്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ പ്രിസ്ക്രിപ്റ്റീവ്
അതിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഒരു സ്ട്രോങ് ക്രിറ്റിസിസം തന്നെയാണ്. പക്ഷേ നമുക്ക് കാണാം ചില ഐഡിയോളജീസൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ എല്ലാ ഐഡിയോളജീസിനും ഈ പ്രിസ്ക്രിപ്റ്റീവ് ക്ലെയിംസ് ഉണ്ടാവില്ല. ചിലതിൽ ഈ ഡിസ്ക്രിപ്റ്റീവ് ക്ലെയിംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു പ്രോബ്ലം ആയിട്ടുള്ള പ്രശ്നം ഇന്ന പ്രശ്നങ്ങളാണ് ഈ സൊസൈറ്റിയിലുള്ളത് എന്നായിരിക്കും ആ ഐഡിയോളജിയിൽ പറയേണ്ടാവുക. അത്രമാത്രമേ പറയേണ്ടാവുള്ളൂ. അത് എങ്ങനെ ഫൈറ്റ് ചെയ്യണം, അതെങ്ങനെ സോൾവ് ചെയ്യണം എന്നൊന്നും ചിലപ്പോൾ ഐഡിയോളജി. സോ ഫോളോവേഴ്സിൻ്റെ ആക്ഷൻസ് വെച്ച് ക്രിറ്റിസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ആ ഒരു കണക്ഷൻ കൃത്യമായിട്ട് കാണിക്കണം. അതായത് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഇന്ന മെത്തഡോളജീസ് അല്ലെങ്കിൽ ഇന്ന പ്ലാൻസ് അല്ലെങ്കിൽ ഇന്ന മെഷേഴ്സ് ഇന്ന ആക്ഷൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇന്നൊരു പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് ഇന്ന ആക്ഷൻസ് ചെയ്യണം എന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ആ ആക്ഷൻസാണ് ഈ ഫോളോവേഴ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഐഡിയോളജി മോശമാണ്. അല്ലാതെ തന്നെ തിയററ്റിക്കലി ഇനി ഐഡിയോളജിനെ ക്രിറ്റിസൈസ് ചെയ്യണമെങ്കിൽ ഐഡിയോളജിയുടെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്ലെയിംസ് തെറ്റാണെന്ന് തെളിയിച്ചാൽ മതി. സൊസൈറ്റി ഇങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഐഡിയോളജി പറയുന്നുണ്ട്. നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നു സൊസൈറ്റി ഇങ്ങനെയൊന്നല്ല വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി നമ്മുടെ പുതിയ ഇൻഫർമേഷൻ വെച്ച് ഇങ്ങനെയല്ല സൊസൈറ്റി വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയല്ല ലോകം വർക്ക് ചെയ്യുന്നത്. കാരണം ആ ഐഡിയോളജിയിലുള്ള ഡിസ്ക്രിപ്റ്റീവ് ക്ലെയിംസിൻ്റെ ഫൗണ്ടേഷനിലാണ് അടുത്ത പ്രിസ്ക്രിപ്റ്റീവ് ക്ലെയിംസ് വരുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഐഡിയോളജിയിൽ കാണിക്കുന്ന പ്രശ്നങ്ങളെ അല്ല, അതൊരു പ്രോബ്ലമേ അല്ല, മനുഷ്യരെ സംബന്ധിക്കുന്ന പ്രോബ്ലമേ അല്ല എന്ന് കാണിച്ചു കൊടുത്താലും മതി. സോ ഐഡിയോളജിനെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ ഫോളോവേഴ്സിൻ്റെ ആക്ഷൻസ് മാത്രം എടുത്ത് ക്രിറ്റിസൈസ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നിയത് ഇതുകൊണ്ടാണ്. കാരണം ഫോളോവേഴ്സിൻ്റെ ആക്ഷൻസ് എപ്പോഴും ഐഡിയോളജിയിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആണെന്നില്ല. എന്ന് വെച്ച് വയലൻസ് ജസ്റ്റിഫൈ ചെയ്യുന്ന ഐഡിയോളജി ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഈ ലോകത്ത് വയലൻസ് ജസ്റ്റിഫൈ ചെയ്യുന്ന അനേകം ഐഡിയോളജീസ് ഉണ്ട്. ആ ഐഡിയോളജി വിശ്വസിക്കുന്നവരുണ്ട്. ഐഡിയോളജിയിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വയലൻസിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഐഡിയോളജീസും പ്രത്യയശാസ്ത്രം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എന്തായാലും പേരെടുത്തൊന്നും പറയുന്നില്ല അത് ഏത് ഐഡിയോളജീസ് ആണ് എന്നുള്ളതൊക്കെ. ഈ ലോകത്തുള്ളവർക്ക് നമുക്ക് തന്നെ അറിയാം കുറേ ഐഡിയോളജീസ് ഉണ്ട് വയലൻസിനെ ജസ്റ്റിഫൈ എന്നുള്ളത്. പക്ഷേ ഒരിക്കലും നമുക്കൊരു ബിലീഫ് അല്ലെങ്കിൽ ഒരു ഐഡിയോളജി അതൊരു കോസാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. ഹ്യൂമൻസിൻ്റെ ആക്ഷൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ കോസൽ ഫാക്ടേഴ്സിൽ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഒരു സിംഗിൾ ആസ്പെക്ട് എടുത്തത് ആണ് മെയിൻ കോസ് എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഐഡിയോളജി അല്ലെങ്കിൽ ബിലീഫ് ഒരു പ്രിഡോമിനൻറ്റ് ഇൻഫ്ലുവൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഹ്യൂമൻ നേച്ചർ ഒരു ഫാക്ടറാണ്. അതായത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ആളുകൾക്ക് ഒരേ തരത്തിലുള്ള ബിലീഫോ അല്ലെങ്കിൽ ഐഡിയോളജിയോ അവർ അഡോപ്റ്റ് ചെയ്യാം. പക്ഷേ അവർ രണ്ടുപേരും ആക്ഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കാം. മെയിൻലി ബിക്കോസ് അവർ വളർന്ന് വന്ന സാഹചര്യവും അവരുടെ ഇനേറ്റ് അല്ലെങ്കിൽ ഇൻബോൺ അല്ലെങ്കിൽ ബിൽട്ട് ഇൻ ടെൻഡൻസീസും പ്രൊക്ലിവിറ്റീസും പ്രീഡിസ്പോസിഷൻസുമാണ്. ഒരാൾ വളരെ ഇമ്പൾസീവ് ആയിരിക്കാം, മറ്റേ ആൾ ഒട്ടും ഇമ്പൾസീവ് അല്ലാത്ത ആളായിരിക്കാം. ഒരാൾക്ക് സെൽഫ് കൺട്രോൾ കൂടുതലായിരിക്കും, മറ്റേ ആൾക്ക് സെൽഫ് കൺട്രോൾ കുറവായിരിക്കാം. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ഇവരുടെ പെരുമാറ്റവും ഇവരുടെ ആക്ഷൻസും മാറിക്കൊണ്ടിരിക്കും. മാത്രമല്ല ചില സമയങ്ങളിൽ ഐഡിയോളജി ബിക്കംസ് ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്ക്യൂസ് ആവും, ഒരു ടൂളാവും. അവർക്ക് വയലൻസോ അല്ലെങ്കിൽ അവർക്ക് അഗ്രസീവായിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ടൂളായിട്ടും കൂടി വരും. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ അഗ്രസീവ് അല്ലാത്തതും വളരെ പാവമായിട്ടുള്ള ഒരാളെ കൊണ്ട് വയലൻ്റായിട്ടുള്ള ഒരു ഐഡിയോളജി അയാളെ കൊണ്ട് ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം. ഞാൻ പൊതുവേ യുക്തിവാദികളുടെയൊക്കെ ചർച്ചകളുണ്ടുള്ളത് ഐഡിയോളജിയാണ് മനുഷ്യനെ വഷളാക്കുന്നത് അല്ലെങ്കിൽ ഐഡിയോളജിയാണ് മനുഷ്യനെ മോശമാക്കുന്നതൊക്കെയുള്ളതാണ്. ഒരിക്കലും ചിലരൊക്കെ ജന്മന മോശമുണ്ട്. രണ്ട് രീതിയിലും പോകും. കൃത്യമായിട്ടുള്ള ഫാക്ടർ എന്താണെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് പറയാൻ പറ്റുമെന്ന്.